ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ SFIയും DYFIയും ഉൾപ്പെടെയുള്ള ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇതിനോടകം തന്നെ സമരരംഗത്ത് സജീവമായി കഴിഞ്ഞു. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട യുവജന വിദ്യാർത്ഥി സംഘടനകളായ KSUവും യൂത്ത് കോൺഗ്രസും സമരരംഗത്തില്ല എന്ന് മാത്രമല്ല, ഒരു പ്രസ്താവന കൊണ്ട് ഗവർണറെ വിമർശിക്കാൻ ഇതുവരെ ഒരു KSU യൂത്ത് കോൺഗ്രസ് നേതാവ് തയ്യാറായിട്ടുമില്ല. പക്ഷെ ഇരു കൂട്ടരും സമൂഹ മാധ്യമങ്ങളിൽ സജീവം. അത് ഗവർണറെ വിമർശിക്കാനല്ല കേട്ടോ, പക്ഷേ ഗവർണറെ വിമർശിച്ചുകൊണ്ട് SFI സ്ഥാപിച്ച ബാനറുകളിലെ വ്യാകരണം തിരഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി സജീവമായി കൊണ്ടിരിക്കുന്നത്. അവർ വലിയ രീതിയിൽ SFIയുടെ ബാനറുകളിലെ ഇംഗ്ലീഷ് വാചകങ്ങളുടെ വ്യാകരണം തിരയുന്നുണ്ട്. അത്തരത്തിൽ വ്യാകരണം തിരയുന്ന, രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാത്ത കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കും നേതാക്കൾക്കും, VT ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും കൃത്യമായ മറുപടിയുമായി പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ ഡെക്കാൻ ക്രോണിക്കിളിലെ റെസിഡന്റ് എഡിറ്ററായ KJ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരുടെയും KSUക്കാരുടെയും എല്ലാ വ്യാകരണ സംശയങ്ങൾക്കും അതിൽ കൃത്യമായ മറുപടിയുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഹലോ വാട്ട്സ് കുക്കിംഗ് ഗൈസ് എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഗ്രാമർ വെച്ച് വാട്ട്സ് ബീയിങ് കുക്ക്ഡ് ഗൈസ് എന്നോ വാട്ട് ആർ യു ഗൈസ് കുക്കിംഗ് എന്നോ അല്ല. അതാ ഭാഷയുടെ സൗന്ദര്യമാണ്. എല്ലാ ഭാഷയും അങ്ങനെയുണ്ട്. ഗ്രാമറിൻ്റെ 15 സെൻറ്റിമീറ്റർ സ്കെയിൽ കൊണ്ടല്ല ഭാഷാ പ്രയോഗങ്ങളുടെ ഹിമവൽ ഭംഗി അളക്കുന്നത്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാട്ടുകാരെ പഠിപ്പിക്കാൻ ഇറങ്ങരുത്, പരിഹസിക്കാൻ നാറ്റ കേസാണ്. വാട്ട്സ് കുക്കിംഗ് എന്ന് പറയുന്നത് കുക്കിങ്ങിനെ കുറിച്ചല്ല. SFIക്കാർ പറഞ്ഞത് പരിപ്പ് കറിയെക്കുറിച്ചുമല്ല എന്ന് ആരും പറഞ്ഞു തരാനാണ് നിനക്കൊക്കെ. പക്ഷെ ചിലരിങ്ങനെയാണ്. തെറി വിളിച്ചാലും തന്തയ്ക്ക് വിളിച്ചാലും അതിലെ ഗ്രാമറും തപ്പി മാടിക്കുത്തും തിരിഞ്ഞുകളിയുമായി നടക്കും. ഇത് ഗ്രാമർ ക്ലാസ് അല്ല. ഇംഗ്ലീഷ് മലർകളെ, MA ധവാന്മാരെ, ഇത് കേരളവും RSSും തമ്മിലുള്ള ഗെയിമാണ്. നീയൊക്കെ വൈകുന്നേരം നേതാജി ക്ലബിൽ വട്ടത്തിലിരുന്ന് മൈക്ക് വെച്ച് നടത്തുന്ന പരദൂഷണ സദസ്സല്ല SFI നടത്തുന്നത്. അത് നാടിൻ്റെ സംഘിവൽക്കരണ വിരുദ്ധ പോരാട്ടമാണ്. സംഘിസ്ഥാൻ വരുമ്പോൾ ചെരുപ്പ് നക്കാൻ ഊർജം സൂക്ഷിച്ചു വയ്ക്കുന്നവർക്കൊന്നും അത് മനസ്സിലാകില്ല. RSSനെ പറയുമ്പോൾ പരിപ്പും പാൻപരാഗുമാണെന്ന് ധരിക്കുന്ന പാവപ്പെട്ടവന്മാരോട് പിന്നെ വെള്ളാനയുടെ വായിൽ നിന്നും വീഴുന്ന തുപ്പലും കാത്തിരിക്കുന്ന 7ാം കൂലികളോട് ഇതേ പറയാനുള്ളൂ: യു ആഡ് നോ ആഡ്. നീ ഒന്നും കൂട്ടിയാൽ കൂടില്ല. ഇനി ഇതിൻ്റെ ഗ്രാമറും തപ്പി നടക്ക്. പിന്നെ വഴിനീള നാട്ടുകാരെ പള്ളുവിളിച്ച് നടക്കുന്ന ഇംഗ്ലീഷുകാരനോട് പറയാനുള്ളത് സർദാർ കൃഷ്ണക്കുറുപ്പ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചിത്രം കൂടി KJ ജേക്കബ് ചേർക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഗോ എവേ സ്റ്റുപ്പിഡ്, ഇൻ ദ ഹൗസ് ഓഫ് കേരള യു വിൽ നോട്ട് സീ എനി മിനിറ്റ് ഓഫ് ദ ടുഡേ. വളരെ കൃത്യമായി യൂത്ത് കോൺഗ്രസ്സുകാർക്കും വ്യാകരണ സംശയം ഈ അടുത്തായി വലിയ രീതിയിലുള്ള KSUക്കാർക്കും കൃത്യമായ മറുപടിയാണ് KJ ജേക്കബ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഷയുടെ ഭംഗി എന്താണെന്നോ അത് പ്രയോഗിക്കേണ്ട രീതിക്ക് പ്രയോഗിക്കുമ്പോഴാണ്. അത് തിരിച്ചറിയാൻ പോലും തിരിച്ചറിവില്ലാത്ത, രാഷ്ട്രീയം സംസാരിക്കേണ്ടിടത്ത് വ്യാകരണം സംസാരിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ്സുകാർക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയും ഒരു ഒറ്റവരി മറുപടി നൽകിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു ഒറ്റവരി മറുപടിയാണ് PM മാർഷോ ഈ വ്യാകരണ സംശയമുള്ള KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. ആ മറുപടി ഇങ്ങനെയാണ്: കൊണ്ടുപോടാ നിന്റെ ആഖ്യവും ആഖ്യാതവും. വൈക്കം മുഹമ്മദ് ബഷീർ. വളരെ കൃത്യമാണെന്ന് തോന്നുന്നു. ഒറ്റ വരിയിൽ ഇതിലും നല്ല മറുപടി VT ബൽറാം ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് നൽകാനില്ല. കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിൻ്റെ സർവകലാശാലകളിൽ സെനറ്റുകളിലേക്ക് സംഘപരിവാർ അനുകൂലികളെയല്ല, തികഞ്ഞ A ക്ലാസ് സംഘപരിവാറുകാരെ
കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ആകെ കാവിവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ, SFIയും DYFIയും പോലെയുള്ള സംഘടനകൾ സമരമുഖത്ത് ഒരു പ്രതിഷേധ കടൽ തന്നെ തീർക്കുമ്പോൾ അതിനൊപ്പം ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. അതിനെ പരിഹസിച്ച് മാത്രം രംഗത്ത് വരുന്ന KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും തെളിയിക്കുന്നത് യഥാർത്ഥത്തിൽ കാവ്യവൽക്കരണം ഏറ്റവും മനോഹരമായി കേരളത്തിൽ നടപ്പായത് യൂത്ത് കോൺഗ്രസിലും KSUവിലും കോൺഗ്രസിലും തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഗവർണർക്കെതിരെ ഒരു വാക്ക് മിണ്ടാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഇന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ സംഘപരിവാറുകാരിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചത്. ആ KPCC അധ്യക്ഷന്റെ പലതവണ ഐ വിൽ ഗോ വിത്ത് BJP, എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആ KPCC അധ്യക്ഷന്റെ അനുയായികൾക്ക്, KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതിൽ നിന്ന് വലിയ മണ്ടത്തരങ്ങൾ പറയാനല്ലാതെ കൂടുതലൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് സംസാരിക്കാൻ രാഷ്ട്രീയമില്ല. അവരുടെ രാഷ്ട്രീയം ഇടതുവിരുദ്ധത മാത്രമാണ്. അതിനപ്പുറം സംഘപരിവാറിനെ തടയുക എന്നോ കാവ്യവൽക്കരണം തടയുക എന്നോ ഉള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെ KSUവിനോ യൂത്ത് കോൺഗ്രസിനോ ഇല്ല. അതുകൊണ്ടാണ് അവർ SFIയുടെ ബാനറിലെ വ്യാകരണം തിരഞ്ഞു നടക്കുന്നത്. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും കൃത്യമായ മറുപടി തന്നെയാണ് KJ ജേക്കബ് നൽകിയിരിക്കുന്നത്. KJ ജേക്കബ് ഒരു പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ഡക്കാൻ ക്രോണിക്കിളിലെ റെസിഡന്റ് എഡിറ്റർ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം നൽകിയ മറുപടിയിൽ നിന്നെങ്കിലും ചില പാഠങ്ങളെങ്കിലും KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെങ്കിലും പഠിക്കും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഇനിയെങ്കിലും രാഷ്ട്രീയം സംസാരിക്കാനുള്ള ത്രാണി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.